വേദിയിലുള്ള സംഘടനയുടെയും കമ്പനിയുടെയും ഭാരവാഹികൾ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ശ്രീ സന്തോഷ് കുറുപ്പ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 പതിറ്റാണ്ടായി രൂപം നൽകിയ ഈ കമ്പനി ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചും അതിനതിജീവിച്ചുമാണ് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ അഭിമാനകരമായ നിലയിലേക്ക് ഇന്ന് ഈ കമ്പനിയുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. 1000 കോടി ടേൺ ഓവർ എന്ന ഒരു വലിയ സ്വപ്നം അത് സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഈ 18ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2010 പുതുക്കാട് വെച്ചാണ് കമ്പനിയുടെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു സംരംഭക കൺവെൻഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നത്. 200-250ഓളം പേര് മാത്രമാണ് ആ കൺവെൻഷനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വിവിധ ജില്ലകളിലായി അത് വളർന്ന് 2000ഓളം ഷെയർ ഹോൾഡർമാർ പങ്കെടുക്കുന്ന ഒരു വലിയ സംഭവമായി ഈ സംരംഭകത്വ കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് 2025 മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നും അനലോഗ് കേബിൾ TV ആരംഭിച്ച് തുടർന്ന് ഡിജിറ്റലൈസേഷൻ ഇന്ത്യയിൽ ആദ്യമായി പൂർത്തിയാക്കിയ KCCL എന്ന് പറയുന്ന ഈ സംരംഭം തുടർന്ന് ബ്രോഡ്ബാൻഡ് മേഖലയിലേക്കും പ്രവേശിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് തന്നെ ഡാറ്റയാണ്. അപ്പോൾ ആ മേഖല കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ സാങ്കേതിക രംഗത്ത് അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ നമ്മുടെ ടെക്നോളജിയെ വികസിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ശതകോടികൾ മുതൽ മുടക്കുള്ള വമ്പൻ കമ്പനികളോട് മത്സരിച്ചുകൊണ്ട് കേരളത്തിലെ നമ്പർ 1 കമ്പനിയായി നമ്മൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഈ മേഖലയിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളെ ഇവിടെ ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളുടെ ഓപ്പറേറ്റർമാർ എത്ര കണ്ട് ഈ മാറ്റത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ സംഘടനാ സംവിധാനം നമുക്കറിയാം. അതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെ കമ്പനി KCCL എന്ന് പറയുന്ന കമ്പനിയും അതിൻ്റെ ജില്ലാതല ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളും താഴെത്തട്ടിലുള്ള സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളും ഓപ്പറേറ്റർമാരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു കേരള മോഡൽ, പുതിയ കേരള മോഡൽ എന്നുള്ള രീതിയിൽ ഒരു മികച്ച കമ്പനിയായി 1000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്ത് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ഏറ്റവും താഴെത്തട്ടിൽ വരെ നമ്മുടെ നെറ്റ്വർക്ക് സംവിധാനത്തിനെ രൂപപ്പെടുത്താനും ആർക്കും കഴിയാത്ത രീതിയിൽ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി ഏറ്റവും കൂടുതൽ 13 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉള്ള ഒരു കമ്പനിയായി നമ്മൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡിജിറ്റൽ കേബിൾ TVയുടെ ഒരു വലിയ തോതിലുള്ള ബൂമിംഗ് അത് അവസാനിച്ചുകൊണ്ട് അതിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്താണ് ബ്രോഡ്ബാൻഡിന്റെ കടന്നുവരവും ആ മേഖലയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ മേഖലകളിലേക്ക് കൂടി പ്രവേശിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ള രംഗത്തേക്ക് കൂടിയുള്ള പ്രവേശനവും അതിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഈ കൺവെൻഷനകത്ത് വെച്ച് നടക്കും. എന്തായാലും മറ്റേതൊരു കമ്പനിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
ശതകോടികൾ മുതൽ മുടക്കുള്ള ഇന്ത്യയിലെ വമ്പൻ കമ്പനികൾക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മളുടെ ഓപ്പറേറ്റർമാർക്ക് പ്രഖ്യാപിക്കുന്ന ഒരു വേദി കൂടിയായി ഇന്നത്തെ കൺവെൻഷൻ മാറും എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ 18ാമത് സംരംഭക കൺവെൻഷന്റെ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ്. നമ്മളുടെ ഈ കമ്പനിയുടെയും അതുപോലെ തന്നെ ഈ സംഘടനയുടെയും ഏറ്റവും പുതിയ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ ഒന്നാമതെത്തിക്കാൻ ഉറച്ച മനസ്സോടുകൂടി ഈ കമ്പനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സംഘടനയുടെ നേതൃനിരയിൽ നിന്നും പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പ്രവീൺ മോഹനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്ന മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ICCയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം വേറൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുഖ്യാതിഥികളായി എത്തിച്ചേരുന്ന ആലപ്പുഴയുടെ MLA ശ്രീ PP ചിത്തരഞ്ജൻ, അതുപോലെ തന്നെ അമ്പലപ്പുഴ MLA ശ്രീ H സലാം എന്നിവർ അല്പസമയത്തിനോട് എത്തിച്ചേരും. അവരുടെ അസാന്നിധ്യത്തിലും ഞാൻ അവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KG രാജേശ്വരി, അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സംഘടനയുടെ പേരിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം ICT അക്കാദമിയുടെ മുൻ CEOയും അതിന്റെ സ്ഥാപക ഫൗണ്ടറും കൂടിയായിട്ടുള്ള ശ്രീ സന്തോഷ് കുറുപ്പാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കമ്പനിയുടെ റിപ്പോർട്ട് എന്നിവിടെ അവതരിപ്പിക്കുന്നത് KCCLന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാറാണ്. കഴിഞ്ഞ 10 വർഷമായി മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ കമ്പനിയുടെ സാരഥ്യം വഹിച്ചുകൊണ്ട് ഈ കമ്പനിയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ശ്രീ PP സുരേഷ് കുമാറിനെ, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാറിനെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളോട് അവതരിപ്പിക്കുന്നത് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ഗോവിന്ദേട്ടനാണ്. ഈ സംഘടനാ രൂപീകരണ കാലം മുതൽ സംഘടനാ രംഗത്തും അതുപോലെ തന്നെ കമ്പനി രംഗങ്ങളിലും നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുള്ള ഗോവിന്ദേട്ടന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ബിനു ശിവദാസ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളം ന്യൂസ് 24x7 മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ്, ഈ കമ്പനിയുടെ ആരംഭകാലം മുതൽ അതിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ അബൂബക്കർ സിദ്ദീഖിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സിഡ്കോ പ്രസിഡന്റ് ശ്രീ വിജയകൃഷ്ണേട്ടൻ വേദിയിലുണ്ട്. വിജയകൃഷ്ണേട്ടനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള വിഷൻ ന്യൂസിന്റെ ചെയർമാൻ ശ്രീ CBPS, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് രംഗത്ത് കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ആ മേഖലയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള നമ്മളുടെ കമ്പനിയുടെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയായിട്ടുള്ള ശ്രീ പെരുമാൾ വരദൻ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഇന്നൊരു അനുമോദനം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ഇതിന്റെ ജനറൽ കൺവീനറും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ നിസാർ കോയപ്പറമ്പിലാണ്.
അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയിട്ടുള്ള ബ്രോഡ്കാസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം ഉപരി ഈ കമ്പനിയെ ഏത് ഘട്ടത്തിലും സഹായിക്കുകയും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് ഈ നേട്ടങ്ങൾക്ക് മുഴുവൻ കാരണക്കാരായിട്ടുള്ള ഇതിന്റെ മുഴുവൻ ഷെയർ ഹോൾഡർമാരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഷെയർ ഹോൾഡർമാരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ഡിസ്ട്രിബ്യൂഷൻ, സബ് ഡിസ്ട്രിബ്യൂഷൻ പ്രതിനിധികൾ ഉൾപ്പെടെ മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഹാർദമായ ആ സ്വാഗത പ്രസംഗത്തിന് നന്ദി.